ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ഖത്തറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. ആക്രമണം നെതന്യാഹുവിന്റെ തീരുമാനമെന്ന് ട്രംപ്. ജൻസി പ്രക്ഷോഭത്തിൽ നേപ്പാൾ കത്തുന്നു. മരണം 26. സമാധാന ചർച്ചകളോട് സഹകരിക്കണമെന്ന് സൈന്യം. അതിർത്തി സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി ഇന്ത്യ. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംഭാവനയായി ലഭിക്കുന്ന പണം എന്തു ചെയ്യുമെന്ന് കോടതി. ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവാക്കില്ലെന്നും സർക്കാർ. സന്നിധാനത്തെ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ ദേവസ്വം ബോർഡിന് വിമർശനം. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉടൻ തിരിച്ചെത്തിക്കണമെന്ന് ദേവസ്വം ബെഞ്ച്. മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഉരുണ്ടുകളി തുടർന്ന് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ 3 ആഴ്ച സാവകാശം തേടി. ഏതു മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പമെന്നും സർക്കാർ. കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയത് ഓർമ്മപ്പെടുത്തി കോടതി. പോലീസ് അതിക്രമങ്ങളിൽ വ്യാപക പ്രതിഷേധം. പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ CPM ഭരിക്കുന്ന മുഖ്യമന്ത്രി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണം. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയാൽ അടിച്ച് കാലൊടിക്കുമെന്ന് കെ മുരളീധരൻ. വിവാദ പോസ്റ്റുമായി മറയൂർ SI മൗനം തുടർന്ന മുഖ്യമന്ത്രി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ ഞെട്ടി ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നതായി നിഗമനം. പരിശോധന വേണമെന്ന് മനീഷ് തിവാരി. കൂറുമാറി വോട്ട് ചെയ്തിട്ടില്ലെന്ന് RJD. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്നിറങ്ങുന്നു. എതിരാളികൾ UAE. മത്സരം 8 മണി മുതൽ ദുബായിൽ. സഞ്ജു സാംസൺ ഇടം നേടുമോ എന്നതിൽ ആകാംക്ഷ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയേദ് അൽ നഹ്വാൻ ഖത്തറിലെത്തി. ഇസ്രായേലിന്റെ നടപടിക്കെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് UAE പ്രസിഡന്റ് നേരിട്ട് ദോഹയിലെത്തിയത്. ഇന്നലെ ദോഹയിൽ നടന്ന ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശങ്ങളും തങ്ങൾക്കുണ്ടെന്ന് ഖത്തറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയുള്ള ഈ കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് പൂർണ്ണമായും ഖത്തറിന് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഒരു തിരിച്ചടി എന്നുള്ളത് തൽക്കാലം ഖത്തറിന്റെ അജണ്ടയിൽ ഉണ്ടാകുമോ? ഈ ഖത്തറിനെ ഇനിയും ഇത്തരം ആക്രമണങ്ങളുടെ ഇരയാക്കാതിരിക്കുക, ഒപ്പം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുക എന്നതിലപ്പുറം മറ്റെന്തെങ്കിലും ലക്ഷ്യം സന്ദർശനത്തിനുണ്ടോ? രഞ്ജിത്ത് ചോദിച്ച ചോദ്യം തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. എന്താണ് ഖത്തറിന്റെ ഒരു തിരിച്ചടി, ഒരു പ്രതികാര നടപടി എന്നുള്ളതാണ് നമ്മൾ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത്. ഇപ്പോൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് സയ്യിദ് അൽ നഹ്യാൻ ഇപ്പോൾ ഖത്തറിലെത്തിയിട്ടുണ്ട്. ഖത്തറിന്റെ എമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയാണ്. ഇവരുടെ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ചയാവുന്നത്, എന്ത് തീരുമാനങ്ങളാണ് ഇസ്രായേൽ ഇന്നലെ ദോഹയിൽ നടത്തിയ ആക്രമണത്തിൽ പ്രതികാരമായിട്ട് ഖത്തർ എടുക്കാൻ പോകുന്നത്, അറബ് രാജ്യങ്ങൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ ഹമാസിന്റെ നേതാവായിട്ടുള്ള ഖലീൽ അൽ ഹയ്യയുടെ മകനും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരം. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ 6 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖലീൽ അൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നടത്തേണ്ട ഹമാസ് ആണ്. ആ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ 6 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇതിൽ അമേരിക്ക അടക്കം ഇസ്രായേലിന്റെ നടപടിയെ
തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ അറിവോടെയല്ല ഈ ഇസ്രായേലിൻ നടപടി എന്നാണ് പറയുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ പലരും വിശ്വാസത്തിലെടുത്തില്ല. കാരണം നെതന്യാഹു ഏത് തീരുമാനമെടുത്താലും അത് ഡൊണാൾഡ് ട്രംപ് അറിയാതെ ചെയ്യില്ല എന്നുള്ളതാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് പല ലോകരാജ്യങ്ങളും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി എന്താണ് ഇസ്രായേലിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ UAE പ്രസിഡന്റും അതുപോലെ ഖത്തർ എമീറും തമ്മിലുള്ള ചർച്ച നടക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും എന്താണ് ഖത്തറിന്റെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളുടെ നിലപാട്, എങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഒരു തിരിച്ചടി നൽകേണ്ടത് ഏത് വിധേനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അതേസമയം തന്നെ വിവിധ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ ഇന്ത്യ അടക്കം പാകിസ്ഥാൻ അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രസിഡന്റ് UK സന്ദർശിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ആ സന്ദർശനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് UK-യിലെ MP-മാർ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന് കത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കെയർ സ്റ്റാമറും ഇപ്പോൾ ഇസ്രായേൽ എടുത്ത നടപടി ഒരു തരത്തിലും ലോകരാജ്യങ്ങളുടെ സമാധാനത്തിനോ പശ്ചിമേഷ്യയുടെ സമാധാനത്തിനോ ഉതകുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് പിന്മാറണമെന്നുള്ളൊരു ആവശ്യം കൂടി കെയർ സ്റ്റാമർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ JD വാൻസ് തൻ്റെ അപ്രീതി, ഡൊണാൾഡ് ട്രംപിൻ്റെ അപ്രീതി JD വാൻസ് ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങളും അമേരിക്ക പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് JD വാൻസ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ ലോകത്തെ പാകിസ്ഥാൻ അടക്കം, ഇന്തോനേഷ്യ അടക്കം, ഒമാൻ അടക്കം, സൗദി അറേബ്യ അടക്കം ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. UN ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത നടപടിയാണ്, അപലപിക്കേണ്ട നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയുള്ള ഒരു ആക്രമണത്തെയും ഒരു രാജ്യവും അംഗീകരിക്കാൻ കഴിയില്ല, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് UN അടക്കമുള്ള സംഘടനകളും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ഖത്തറിനുണ്ട്. അമേരിക്കയും ഖത്തറുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയും ഖത്തർ ഗൾഫ് രാജ്യങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇനിയൊരു സംഘർഷം ഒഴിവാക്കുക എന്ന് തന്നെയാണ് ഈ രാജ്യങ്ങളൊക്കെ ലക്ഷ്യമിടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ജൻസി പ്രക്ഷോഭത്തിൽ ആളിക്കത്തി നേപ്പാൾ. പ്രക്ഷോഭത്തിൽ മരിച്ചവരുടെ എണ്ണം 26ആയി. പാർലമെന്റും രാഷ്ട്രീയ നേതാക്കളുടെ വീടുകളിലും അടക്കം പ്രക്ഷോഭകാരികൾ തീയിട്ട് നശിപ്പിച്ചു. അതേസമയം സമാധാന ചർച്ചകളോട് പ്രക്ഷോഭകാരികൾ സഹകരിക്കണമെന്ന് സൈന്യം ആവശ്യപ്പെട്ടു. സാമൂഹിക മാധ്യമ നിരോധനത്തിനെതിരെ ഉടലെടുത്ത പ്രക്ഷോഭം നേപ്പാൾ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും പടിയിറക്കത്തിലേക്ക് വഴിവെച്ചിട്ടും ഇപ്പോഴും പ്രക്ഷോഭം തുടരുകയാണ്. പ്രക്ഷോഭകാരികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും സർക്കാർ സ്ഥാപനങ്ങളുമെല്ലാം അഗ്നിക്കിരയാക്കി. നേപ്പാൾ പാർലമെന്റും സുപ്രീം കോടതിയും പ്രസിഡൻഷ്യൽ പാലസും പ്രക്ഷോഭകർ തകർത്തിരുന്നു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രിയുടെ വീടിന് നേരെയും പ്രക്ഷോഭകാരികൾ തീയിട്ടു. പിന്നാലെ വീടിനുള്ളിലുണ്ടായിരുന്ന ഗനാലിന്റെ ഭാര്യ രാജലക്ഷ്മി ചിത്രാക്കർ വെന്തുമരിച്ചു. പ്രതിഷേധങ്ങളിൽ 22 പേരാണ് ഇതുവരെ മരിച്ചത്. നേപ്പാളിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സൈന്യം സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കി. അക്രമം തുടർന്നാൽ അടിച്ചമർത്തുമെന്ന് സൈനിക മേധാവി അശോക് രാജ് പറഞ്ഞു. പ്രക്ഷോഭകാരികൾ സമാധാനം പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രക്ഷോഭം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ രാജിവെച്ച മന്ത്രിമാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള നീക്കമാണ് സൈന്യം നടത്തുന്നത്. രാജിവെച്ച പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഇതിനോടകം തന്നെ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടെന്നാണ് വിവരം. അതേസമയം ഒലിയുടെ പിൻഗാമിയായി ആരായിരിക്കും ഇടക്കാല പ്രധാനമന്ത്രിയാവുക എന്നത് ഒരു തന്ത്രപരമായ ചോദ്യമാണ്. ജൻസി പ്രക്ഷോഭകാരികളുടെ പിന്തുണ കണക്കിലെടുക്കുകയാണെങ്കിൽ കാഠ്മണ്ഡുവിന്റെ മേയറായ റാപ്പർ ബലേന്ദ്ര ഷാ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നേപ്പാളിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി ജൻസി പ്രക്ഷോഭകാരികൾ ഉയർത്തിക്കാട്ടുന്നതും ഈ 35-കാരനെ തന്നെയാണ്. ഇതിനിടെ നേപ്പാളിലെ സ്ഥിതിഗതികൾ ഇന്ത്യ വിലയിരുത്തി. നേപ്പാൾ അതിർത്തിയിൽ കർശന നിരീക്ഷണത്തിനും കേന്ദ്രം നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസ് അതിർത്തികളിൽ നിരീക്ഷണം നടത്തും. അർദ്ധസൈനിക വിഭാഗങ്ങൾക്കും നിരീക്ഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യയുമായുള്ള തീരുവ തർക്കത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയയുന്നു. വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്ന് ട്രംപ് പറഞ്ഞു. സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും ട്രംപ് നിലപാടറിയിച്ചു. ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാണ് ശ്രമമെന്നും പ്രധാനമന്ത്രി മോദിയും വ്യക്തമാക്കി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ US ഏർപ്പെടുത്തിയതിന് ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്.
സുഹൃത്തായ നരേന്ദ്രമോദിയുമായി വരും ആഴ്ചകളിൽ സംസാരിക്കുമെന്നും 2 രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നല്ല പരിസമാപ്തിയിലെത്താൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും ട്രംപ് നിലപാട് മയപ്പെടുത്തി. നേരത്തെ വ്യാപാര തീരുവ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. ഇന്ത്യ കാലങ്ങളായി യുഎസിൽ നിന്ന് വൻ തീരുവ ഈടാക്കിയിരുന്നുവെന്നും അതിനാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒരു പക്ഷത്തിന് മാത്രം ഗുണമുള്ളതായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ ഉയർന്ന തീരുവ ഈടാക്കുന്നതിന് ഉദാഹരണമായി ഹാർലി ഡേവിഡ്സൺ ബൈക്കുകളുടെ വ്യാപാരമായിരുന്നു ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ വിഷയത്തിൽ ഫെഡറൽ കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിയും സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പും നിലവിലെ തീരുമാനത്തിന് പിന്നിലുണ്ടെന്നാണ് വിവരം. ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവ അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണവുമെത്തി. ഇന്ത്യയും യുഎസും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമാണ്. ഇന്ത്യ-യുഎസ് സഹകരണത്തിന്റെ അനന്തമായ സാധ്യതകൾ തുറക്കാൻ വ്യാപാര ചർച്ചകൾ വഴിയൊരുക്കുമെന്നുറപ്പുണ്ട്. ഈ ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ഇരു രാജ്യങ്ങളുടെയും സംഘങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കുന്നതിനായി താനും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇന്ത്യ അടുത്തയാഴ്ച വീണ്ടും തുടങ്ങിയേക്കുമെന്നാണ് വിവരം. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതോടെ തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സംഗമത്തിൽ സംഭാവന ലഭിക്കുന്ന പണം എന്തു ചെയ്യുമെന്നും ദേവസ്വം ബോർഡിനെ സഹായിക്കാനാണോ സർക്കാർ ലക്ഷ്യമെന്നും കോടതി ചോദിച്ചു. അയ്യപ്പന്റെ പേരിലുള്ള കോർപ്പറേറ്റ് സംഭാവനകൾ എങ്ങോട്ടാണ് പോകുന്നത്? ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് തുറന്നതെന്തിന്? ശബരി റെയിലിനും ശബരിമല മാസ്റ്റർ പ്ലാനിനും ഫണ്ട് ചെലവഴിക്കുമോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഹൈക്കോടതി ഉയർത്തി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഇത്തരത്തിൽ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നേരത്തെ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് വലിയ സംശയങ്ങൾ ഉയർന്നിരുന്നു. ഹൈന്ദവ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയും, അതായത് കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധിപ്പിക്കാൻ സാധിക്കുന്നില്ല സർക്കാരിന് എന്നല്ലേ വ്യക്തമാകുന്നത്? പ്രധാനമായും ഹൈക്കോടതി ചോദിച്ചത് എങ്ങനെയാണ് അയ്യപ്പ സംഗമത്തിനുള്ള ക്ഷണിതാക്കൾ ആരൊക്കെയാണ്, ഈ ക്ഷണിതാക്കളുടെ മാനദണ്ഡം എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. അതിന് ഏത് തരത്തിലാണ് സർക്കാർ മറുപടി നൽകുക എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ് തന്നെയാണ്. കാരണം ഈ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ക്ഷണിതാക്കളുടെ മാനദണ്ഡം എന്തെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പണം സ്വരൂപിക്കുന്നത്, അതായത് മതപരമായ കാര്യങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നത് തെറ്റല്ല എന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞത്. ദേവസ്വം ബോർഡിനെ സഹായിക്കാൻ വേണ്ടിയാണ് പണം സ്വരൂപിക്കുന്നത്. അതേസമയം ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവാക്കില്ല എന്നുള്ളതാണ്. അതായത് ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ കാര്യമാണ് 2050 മുന്നിലുണ്ട്. അതുകൊണ്ട് ദേവസ്വം ബോർഡോ സർക്കാരോ പണം ചെലവാക്കില്ല എന്നാണ് പറയുന്നത്. അതായത് അയ്യപ്പ സംഗമത്തിലൂടെ ലഭിക്കുന്ന പണം ദേവസ്വം ബോർഡോ സർക്കാരോ ചെലവാക്കില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ഭരണഘടനാ ലംഘനമില്ല, അല്ലെങ്കിൽ ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമില്ല എന്നും സർക്കാർ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉദാഹരണമായി കുംഭമേളയാണ് ചൂണ്ടിക്കാട്ടിയത്. കുംഭമേളയ്ക്ക് അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾക്ക് സർക്കാർ പണം ചെലവഴിക്കാറുണ്ട്. കുംഭമേളയ്ക്കും സർക്കാർ പണം ചെലവഴിച്ചിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാനാണ് ലക്ഷ്യമിടുന്നത്. 2050 മുൻപിലുണ്ട് എന്ന് തന്നെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ നിരവധി ചോദ്യങ്ങളാണ്. ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് തുറന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ശബരിമല മാസ്റ്റർ പ്ലാനിനും ശബരി റെയിൽ പാതയ്ക്കും ഹൈക്കോടതി സർക്കാർ പണം ചെലവാക്കുന്നത് എങ്ങനെയാണെന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങൾ, അതായത് സർക്കാരിന് ഇക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടുന്ന ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. എന്തായാലും ഹർജി വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. രഞ്ജിത്ത്, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹിന്ദു സംഘടനകളുടെ എതിർപ്പ് തുടരുന്നതിനിടെ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധികളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കണ്ടു എന്നാണ് മനസ്സിലാകുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ച നടത്തി. പന്തളം കൊട്ടാരവും ദേവസ്വം ബോർഡും തമ്മിൽ നല്ല ബന്ധമാണെന്ന് ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കി. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ടും പിന്നെ പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ടും യാതൊരു കൺഫ്യൂഷനും ഇല്ല. അവർ കൃത്യമായി ആ കാര്യങ്ങളിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.
പിന്നെ അവർ ഈ കഴിഞ്ഞ 2018 കേസുമായി ബന്ധപ്പെട്ട് ഒരു ചില കൺഫ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കൺഫ്യൂഷൻ എന്താണോ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്നും ഞങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് പന്തളം കൊട്ടാരം നിർവാഹക സമിതി അംഗം MR സുരേഷ് വർമ്മ പ്രതികരിച്ചു. അടുത്ത ആഴ്ചയോടെ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ അവരുടെ ലെറ്റർ, അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് അവരൊക്കെ നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരു തീരുമാനം സംഗമത്തിൽ ഇവിടെ ഇനി 22-ാം തീയതി മറ്റൊരു സംഗമം നടക്കുന്നുണ്ട്. നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ വല്യമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ദേവസ്വം ബോർഡുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കാലത്തും ദേവസ്വം ബോർഡുമായിട്ട് നമ്മൾ നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഇടക്കാല ഉത്തരവിലാണ് ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയത് അനുചിതമാണ്. സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി വേണമെന്ന് നേരത്തെ തന്നെ ഉത്തരവുണ്ട്. സംഭവത്തിൽ വെള്ളിയാഴ്ച റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉരുണ്ടുകളി തുടർന്ന് കേന്ദ്ര സർക്കാർ. തീരുമാനം അറിയിക്കാൻ കേന്ദ്ര സർക്കാർ 3 ആഴ്ച കൂടി സാവകാശം തേടി. ഏത് മന്ത്രാലയമാണ് തീരുമാനമെടുക്കേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ വിശദീകരണം. അതേസമയം കേരള ബാങ്ക് കടം എഴുതിത്തള്ളിയ കാര്യം ഹൈക്കോടതി വീണ്ടും ഓർമ്മിപ്പിച്ചു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ വീണ്ടും കേന്ദ്രം ഉരുണ്ടുകളിക്കുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. കഴിഞ്ഞ മാസം 13-ാം തീയതി അവസാന അവസരമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഈ മാസം ഇന്ന് 10-ാം തീയതി അതിനുള്ള അന്തിമ തീരുമാനം അറിയിക്കണമെന്ന് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത്. അതേസമയം കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാകുമ്പോൾ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനായില്ല എന്നുള്ള കാര്യമായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ARL സുന്ദരേശൻ കോടതിയെ അറിയിച്ചിരുന്നത്. ഓണക്കാല അവധി കഴിഞ്ഞ ശേഷം താൻ നേരിട്ട് കോടതിയിൽ ഹാജരാകാം, അപ്പോൾ അറിയിക്കാമെന്നായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ അന്ന് കോടതിയെ അറിയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറഞ്ഞത് കൃത്യമായി 10-ാം തീയതി, അതായത് ഇന്ന് അവസാന അവസരമാണ്, അന്തിമ അവസരമാണ്, മറ്റൊരു അവസരം കൂടി തരില്ല എന്ന് കേന്ദ്രത്തോട് കോടതി പറഞ്ഞിരുന്നത്. എന്നിരുന്നാൽ പോലും ഇന്നും വീണ്ടും കേന്ദ്രം വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഉരുണ്ടു കളിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഏത് മന്ത്രാലയമാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് കേന്ദ്രം കോടതിയെ അറിയിച്ചത്. അതേസമയം കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ഈ വായ്പകളെല്ലാം എഴുതിത്തള്ളിയ കാര്യവും കോടതി കേന്ദ്രത്തോട് സൂചിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്രം ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകണം, ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കണം എന്നും ഹൈക്കോടതി സൂചിപ്പിക്കുകയുണ്ടായി. 3 ആഴ്ച സമയം നൽകിയിട്ടുണ്ട്. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ എന്താണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കാര്യത്തിൽ കേന്ദ്രം എടുക്കുന്ന നിലപാട് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. 3 ആഴ്ചയ്ക്കകം 4-ാമത്തെ ആഴ്ചയിൽ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കും. അപ്പോൾ കൃത്യമായ മറുപടി ഉണ്ടാകണമെന്നും ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് ജോബിൻ സബാസിനും അടങ്ങിയ ബെഞ്ച് കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. പോലീസ് അതിക്രമങ്ങളിൽ കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിലാണ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുൻപിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സ്റ്റേഷനുകൾക്ക് മുൻപിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KPCC ഭാരവാഹികളും സദസ്സിന്റെ ഭാഗമായി. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ക്രൂരമായ മർദ്ദനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച മുതൽ കോൺഗ്രസ് തുടക്കം കുറിച്ചത്. അതിന് പിന്നാലെ പീച്ചിയിലും സമാനമായി പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരുന്നു. തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കെടുതികൾ നേരിടേണ്ടി വന്ന ഇരകളുടെ തുറന്നു പറച്ചിലുകളടക്കം വാർത്തയായതിനു പിന്നാലെയാണ്
പ്രതിഷേധ സദസ്സുമായി KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. K. മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പോലീസ് രാജിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അറിയാതെ ഒന്നും നടക്കില്ല എന്ന ഭാഷയിൽ അതിരൂക്ഷമായ വിമർശനം ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിക്കുമെതിരെ ഉന്നയിച്ചു. ഇവിടെ മുഴുവൻ മർദ്ദനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ 2 കാലിൽ പോയ ആൾക്കാർ മൂക്കിൽ പഞ്ഞി വെച്ചിട്ടാണ് ഇപ്പൊ തിരിച്ചു വരുന്നത്. അതാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല, സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ കുഴപ്പമാണ്. ഈ സിസ്റ്റം നിയന്ത്രിക്കുന്ന പിണറായിയാണ്. അപ്പോൾ പിണറായിന്റെ കുഴപ്പമാണ് ഈ പോലീസ് ഇങ്ങനെ കുത്തഴിയാനുള്ള കാരണം. ഒന്നാമത് പിണറായിന്റെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ ഒരു വകുപ്പുകാർക്കും വിട്ടുകൊടുക്കില്ല, എല്ലാം സ്വന്തം കയ്യിൽ വയ്ക്കും. എന്നാൽ ഒന്നും നോക്കാനൊട്ട് സമയവും കിട്ടുന്നില്ല. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ആയി മാറിയിരിക്കുകയാണ്. എല്ലായിടത്തും അക്രമങ്ങളാണ്. നിർഭയമായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഒരു കാലത്തും ഉണ്ടാകാത്ത നിലയിൽ പോലീസിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ CPM ഭരിക്കുന്ന മുഖ്യമന്ത്രിയും നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ അവസാനിപ്പിക്കണം. സമാനമായ തരത്തിൽ രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കളും സമാനമായ പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയത്. അതായത് നിയമസഭാ സമ്മേളനത്തിൽ പോലീസ് അതിക്രമങ്ങൾ ഗൌരവമേറിയൊരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നതിന് മുന്നോടിയായാണ് സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ട് ഈ പ്രതിഷേധ സദസ്സിന് നേതൃത്വം നൽകുന്നത്. കസ്റ്റഡി മർദ്ദനങ്ങൾ ചർച്ചയാകുന്നതിനിടെ മോഷ്ടാവിനെ മർദ്ദിക്കുന്ന സിനിമാ രംഗം ഫേസ്ബുക്ക് സ്റ്റോറിയാക്കി SI. ആവനാഴി സിനിമയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങളാണ് മറയൂർ SI മാഹിൻ സലീം പങ്കുവച്ചത്. ഇന്നലെ കട നടന്നിരിക്കുന്നു. ഒരു ക്യാമറയും പിന്നെ കട, എന്റെ വാച്ച്, ടേപ്പ് റെക്കോർഡറും, പിന്നെ അതെ മിസ്റ്റർ കുട്ടൻ, നിങ്ങൾ ഇന്നലെ അവിടെ ജയിലനുഭവം പറയാൻ പോയിരുന്നു. സർ, പക്ഷെ ഞാനൊന്നും കട്ടില്ല. പൊന്നുകുട്ടാ സത്യം പറയും. സത്യമാണ് സർ, ഞങ്ങൾ ഭഗവതിയാണ് സത്യം. ശ്രീനി, ഇതിലും വലിയൊരു സത്യം ഇനി വേറെ ഇല്ല. താൻ പോയി കൈ കഴുകിടുക. കസ്റ്റഡി മർദ്ദനം വിവാദമായ സാഹചര്യത്തിലാണ് മർദ്ദനം ന്യായീകരിച്ചുള്ള SIയുടെ ഫേസ്ബുക്ക് സ്റ്റോറി. മറയൂർ SI മാഹിൻ സലീമാണ് ആവനാഴി സിനിമയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന വീഡിയോ പങ്കുവച്ചത്. കുറ്റം സമ്മതിക്കണ്ടേ എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ഫേസ്ബുക്ക് സ്റ്റോറി. പിന്നെ സത്യം തെളിയിക്കാൻ ഞങ്ങൾക്കൊരു മുറയുണ്ട്. പക്ഷേ അതെടുത്താൽ നിങ്ങളെപ്പോലുള്ള പത്രക്കാർ എഴുതില്ലേ തെളി അല്ലോ. സാർ, എന്തായാലും എനിക്ക് എന്റെ ക്യാമറ കിട്ടണം. പല പല സെന്റിമെന്റ്സ് ഉള്ള. അത് ശരി, കുട്ടൻ വരൂ. കുട്ടൻ ഇന്നലെ മോട്ടിച്ച സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഏത് സാധനം പറയണം, അത് ആൾക്ക് വിറ്റു. കോതമംഗലം SI ആയിരിക്കെ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സസ്പെൻഷൻ നേരിട്ട ആളാണ്. വിദ്യാർത്ഥിയെ വലിച്ചിഴച്ച് സ്റ്റേഷനുള്ളിൽ കയറ്റി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. സിനിമയിൽ കുറ്റാരോപിതനെ സത്യം പറയിക്കാൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ SI പോസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർന്നതിന്റെ ഞെട്ടലിൽ ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്രയിൽ നിന്നടക്കം വോട്ട് ചോർന്നുവെന്നാണ് നിഗമനം. പ്രതീക്ഷിതനേക്കാൾ 13 വോട്ടുകൾ അധികം നേടിയാണ് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ രാജ്യത്തിന്റെ 15ാം ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വോട്ട് ചോർന്നത് ഇന്ത്യ സഖ്യത്തിലെ ഓരോ കക്ഷിയും ഗൗരവത്തോടെ പരിശോധിക്കണമെന്ന ആവശ്യവുമായി മനീഷ് തിവാരി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി വിജയിച്ചത് അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. കാരണം കണക്കുകൾ നോക്കുമ്പോൾ 140-ൽ താഴെ മാത്രമേ CP രാധാകൃഷ്ണന്റെ ഭൂരിപക്ഷം വരികയുള്ളായിരുന്നു. പക്ഷേ അവിടെ നിന്ന് മാറി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, NDAക്ക് സാധിച്ചു. കണക്കുകൾ തന്നെ വിശദമായി പരിശോധിക്കാം. കാരണം ആകെ ഇലക്ട്രൽ കോളേജ് ആകെ വോട്ട് എന്ന് പറയുന്നത് 781 അതിൽ തന്നെ പോൾ ചെയ്ത വോട്ടുകൾ അത് 767 അസാധുവായത് 15 അത് മാറ്റി നിർത്തിക്കാൻ സാധുവായ വോട്ടുകൾ 752. അതിൽ തന്നെ 452 വോട്ടുകളാണ് CP രാധാകൃഷ്ണൻ സ്വന്തമാക്കിയത്. 300 വോട്ടുകൾ മാത്രമാണ്
ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത്. അതാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെയല്ല സാഹചര്യം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ NDAക്ക് ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് 428 വോട്ടുകൾ മാത്രമാണ്. കൂടാതെ YSR കോൺഗ്രസ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വരുമ്പോൾ 439 വോട്ട്, അതാണ് 452 എന്ന സംഖ്യയിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ NDAക്ക് സാധിച്ചത്. അതായത് 13 വോട്ടുകൾ അധികം സമാഹരിക്കാൻ സാധിച്ചു. ഒരുപക്ഷെ 149 താഴെ മാത്രമായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉപരാഷ്ട്രപതിയായി മാറുമായിരുന്നു CP രാധാകൃഷ്ണൻ. പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത്. 2002 ബൈരോൺ സിംഗ് ഷെഖാവത്താണ്, അന്ന് വാജ്പേയി സർക്കാരിൻ്റെ കാലമാണ്. ആ കാലത്താണ് 149 വോട്ടിന് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സുശീൽ കുമാർ ഷിൻഡെയെ പരാജയപ്പെടുത്തുന്നത്. 305 വോട്ട് അന്ന് ഷിൻഡെ നേടിയ 305 വോട്ടാണ് തോറ്റ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഏറ്റവും കൂടുതൽ വോട്ടുകൾ. പക്ഷേ 300 വോട്ടുകളെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ സുദർശൻ റെഡ്ഡിക്ക്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ടെടുപ്പ് പൂർത്തിയായ 5 മണിക്ക് തന്നെ ഐക്യം കണ്ട തെരഞ്ഞെടുപ്പാണ്. 315 വോട്ടുകളും പോൾ ചെയ്തു ഇന്ത്യ സഖ്യത്തിന് എന്നൊരു കണക്കുമായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്ത് വന്നിരുന്നു. സത്യത്തിൽ ഈ 315 എന്നുള്ളത് ഒരു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ജയറാം രമേശിന്റെ ഒരു നരേറ്റീവ് മാത്രമാണ്. കാരണം ഇന്ത്യ സഖ്യത്തിന് സുദർശൻ റെഡ്ഡിക്ക് പിന്തുണ പ്രഖ്യാപിച്ച MP-മാരുടെ എണ്ണം 324 ആയിരുന്നു. പക്ഷേ ജയറാം രമേശ് 315 എന്നൊരു പുതിയ കണക്ക് അവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പോലും ആ നമ്പറിലേക്ക് എത്താൻ സാധിച്ചില്ല. 15 വോട്ടുകൾ അസാധുവായത് മുഴുവൻ വോട്ടുകളും ഇന്ത്യ സഖ്യത്തിന്റെ ആണെന്ന് കണക്ക് കൂട്ടിയാൽ പോലും അവിടെ വോട്ട് ചോർന്നിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഈ വോട്ട് ചോർന്നത് ശരിയാണെന്ന് അല്ലെങ്കിൽ അത്തരം പ്രതികരണമൊക്കെ തന്നെ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ചെറു പാർട്ടികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്, BJPക്ക് എന്ന വിലയിരുത്തൽ ഏതായാലും ഇന്ത്യ സഖ്യത്തിനുണ്ട്. പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയുടെ ചില വോട്ടുകൾ ചോർന്നതായി കണക്ക് കൂട്ടുന്നു ഇന്ത്യ സഖ്യം. കൂടാതെ ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ ഗവർണറായി പ്രവർത്തിച്ചിട്ടുണ്ട് CP രാധാകൃഷ്ണൻ. അവിടെ രാഷ്ട്രീയ കക്ഷികളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ശിവസേനയുടെ വോട്ടുകൾ, ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ വോട്ടുകളിൽ ചോർച്ചയുണ്ടായിട്ടുണ്ട്. കൂടാതെ NCPയുടെ വോട്ടുകളും ചോർന്നിട്ടുണ്ടാകുമെന്ന സംശയം ഇപ്പോൾ ഇന്ത്യ സഖ്യം പ്രകടിപ്പിക്കുകയാണ്. ഏതായാലും ഉദ്ധവ് താക്കറെ വിഭാഗം ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. ഏതായാലും വോട്ട് ചോർന്നിട്ടില്ല എന്ന പ്രതികരണം അവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും 13 വോട്ടുകൾ അധികമായി നേടാൻ കഴിഞ്ഞത് BJPയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടിയിരിക്കുന്നു. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്ക് നേരെ BJP പ്രതിഷേധം. രാഹുൽ ഗാന്ധി തിരികെ പോകുമെന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ വിജയിച്ച ശേഷം പിന്നീട് പര്യടനം നടത്തിയതല്ലാതെ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് ആക്ഷേപം. മണ്ഡലത്തിലെ ജനങ്ങളോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് ഉത്തർപ്രദേശ് മന്ത്രി ദിനേശ് പ്രതാപ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി എത്തിയത്. സ്വർണ്ണവില ഇന്നും റെക്കോർഡിൽ. ചരിത്രത്തിലാദ്യമായി വില 81,000 രൂപ കടന്നു. പവന് ഇന്ന് 160 രൂപ കൂടി. ഒരു പവൻ സ്വർണത്തിന് 81,040 രൂപയാണ് ഇന്നത്തെ വില. പണിക്കൂലിയും GSTയും ഹോൾമാർക്ക് ഫീസുമടക്കം ഒരു പവൻ സ്വർണം വാങ്ങാൻ കുറഞ്ഞത് 90,000 രൂപ നൽകണം. സ്വർണ്ണവില ഇനിയും ഉയരുമെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി യുവനടി. അശ്ലീല ചുവയോടെ രാഹുൽ അയച്ച സന്ദേശങ്ങളും യുവതി പ്രത്യേക സംഘത്തിന് കൈമാറിയതായി സൂചനയുണ്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാം എന്നും യുവതി വരണമെന്നാവശ്യപ്പെട്ടുവെന്നുമാണ് പ്രധാന ആരോപണം. വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നതായും നിലവിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശമില്ലെന്നും യുവതി ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുക. ഡാന്, രാഹുലിന് കുരുക്ക് മുറുകയാണോ? ഈ മൊഴി എങ്ങനെയാണ് അന്വേഷണ സംഘം സ്വീകരിക്കാനിരിക്കുന്നത്? അന്വേഷണ സംഘം വലിയ പ്രതിസന്ധി നേരിടുകയാണെന്നും മൊഴി നൽകാൻ ആരും തയ്യാറാകുന്നില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകൾ ഇന്ന് രാവിലെ പ്രചരിച്ചിരുന്നു. ഇതോടെയാണ് റിനി അന്ന തന്നെ, അതായത് യുവനടി തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഒരു വിശദീകരണം നൽകിയത്. അങ്ങനെയാണ് റിനിയുടെ കൈവശമുണ്ടായിരുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരിക്കുന്നത് എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ പ്രധാനമായി ഹോട്ടലിൽ മുറിയെടുക്കാം, വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പലതവണ ദേഷ്യപ്പെട്ടുവെന്നും തന്നോട് മോശമായി സംസാരിച്ചതിന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പലതവണ ദേഷ്യപ്പെട്ടെന്നും പക്ഷേ അത് കൂട്ടാക്കാൻ തയ്യാറായില്ല എന്നുമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്ന ഒരു ശബ്ദരേഖയും തന്റെ കൈവശമുണ്ട് എന്ന് അന്വേഷണ സംഘത്തെ യുവനടി അറിയിച്ചതായാണ് വിവരം. എന്തായാലും
നിലവിൽ 2 തരത്തിലായിരുന്നു ഈ യുവനടി ഈ കേസുമായി ബന്ധപ്പെട്ടിരുന്നത്. അതിലൊന്ന് പരസ്യമായി കഴിഞ്ഞ മാസം 20-ാം തീയതി പരോക്ഷമായി രാഹുലിന്റെ പേര് പറയാതെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് റിനിയായിരുന്നു. അതിന് പിന്നാലെ റിനി ഗൂഢാലോചന നടത്തി റിനിക്കെതിരെ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ഒരു പരാതിക്കാരി അന്വേഷണ സംഘത്തെ സമീപിച്ചിരുന്നു. അങ്ങനെ ഈ 2 തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടതോടെയാണ് അന്വേഷണ സംഘം റിനിയുടെ മൊഴി ഏത് വിധേനയും രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തിയത്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ താൻ നിയമപരമായി മുമ്പോട്ട് പോകാനില്ല, അതിന് വ്യക്തിപരമായി അസൗകര്യമുണ്ട്, പക്ഷെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം അവർ വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഇന്ന് പ്രത്യേകമായി ഇതുമായി ബന്ധപ്പെട്ട അവർക്കെതിരെ വലിയ സൈബർ ആക്രമണം രൂക്ഷമായതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുകയും ഈ തെളിവുകൾ കൈമാറുകയും ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ ഇവരെ പരാതിക്കാരിയാക്കി മാറ്റിക്കൊണ്ട് തുടരന്വേഷണത്തിലേക്ക് കടക്കാനുള്ള നിയമോപദേശം ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് വൈകാതെ തേടിയേക്കുമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി ഡാൻ. വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ 4 സുഹൃത്തുക്കളെ കൂടി പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച്. KSU ജില്ലാ സെക്രട്ടറി നൂബിൻ ബിനു, അടൂർ സ്വദേശികളായ അശ്വന്ത്, ജിഷ്ണു, ചാർലി, ഡാനിയൽ എന്നിവരെയാണ് പ്രതി ചേർത്തത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവരങ്ങൾ കൈമാറുന്നതിന് പ്രതിപട്ടികയിലുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച കേസിലെ 3-ാം പ്രതി അഭി വിക്രമിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധന നടത്തിയപ്പോൾ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ. ഇതിന്റെ ഭാഗമായി നുബിൻ ബിനു അടക്കമുള്ളവരുടെ വീടുകളിൽ ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ഇവരുടെ മൊബൈൽ ഫോണുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിലാണ് ഇവരെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചത്. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി വിതരണം ചെയ്തതിൽ ഇവർക്ക് നിർണായക പങ്കെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തത്. വ്യാജ കാർഡ് നിർമ്മിച്ച് വിതരണം ചെയ്യാൻ കാർഡ് കളക്ഷൻ ഗ്രൂപ്പ് എന്ന പേരിൽ ഇവർ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. ശനിയാഴ്ച ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകും. തിരുവനന്തപുരത്ത് ഹാജരാകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രാഹുലിന് പറ്റിയ ഇടം നിർദ്ദേശിക്കാനും ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെടും. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അത് കിട്ടിയില്ലെന്നായിരുന്നു രാഹുലിന്റെ ഒപ്പമുള്ളവരുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. BD സ്വദേശിനെതിരായ സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ MP. പാർട്ടി പ്രവർത്തകരുടെ കൈയും നാവും സോഷ്യൽ മീഡിയയും സർക്കാരിനെതിരായ പ്രതിഷേധത്തിനായി ഉപയോഗിക്കണം. മറ്റു പ്രചരണങ്ങൾ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളെ വഴിതെറ്റിക്കുന്നതാകും. KPCC അധ്യക്ഷൻ മുതൽ പാർട്ടി അംഗം വരെ ഇതിന് പ്രാധാന്യം നൽകണമെന്നും ഷാഫി പറമ്പിൽ ആവശ്യപ്പെട്ടു. VT ബൽറാമിനെതിരെ പരോക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ MP. ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ട്, അവർ വൈകാതെ പുറത്താകും. സോഷ്യൽ മീഡിയ വിഭാഗത്തിൽ നിന്നും പുറത്തു പോകുന്ന നേതാക്കളാണ് പുഴുക്കുത്തുകൾ. കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം തെറ്റായ പ്രവണതകൾ വെച്ചു പുലർത്തുന്നുണ്ട് എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണം സ്പോൺസേഡ് ആണെന്ന് റിനി ആൻഡ് ജോർജ്. ഉന്നയിച്ച കാര്യങ്ങൾ കൊള്ളുന്നവർക്ക് പൊള്ളിയതാണ് സൈബർ ആക്രമണത്തിന് പിന്നിലെന്നും റിനി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഉന്നയിച്ച കാര്യങ്ങൾ സത്യസന്ധമാണ്, മാറ്റം വരേണ്ടത് സമൂഹത്തിലെന്നും നിയമ നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും അവർ പറഞ്ഞു. കേരള സർവകലാശാല രജിസ്ട്രാർ പദവി തർക്കത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് തിരിച്ചടി. VC-യുടെ നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി തള്ളി. രജിസ്ട്രാറുടെ ആവശ്യങ്ങൾ നിലനിൽക്കില്ലെന്ന് സിംഗിൾ ബെഞ്ച് നിരീക്ഷിച്ചു. സസ്പെൻഷൻ തുടരണമോ എന്ന് സിൻഡിക്കേറ്റ് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. അതേസമയം ഹൈക്കോടതി വിധി സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെ അംഗീകരിക്കുന്നതെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. കേരള സർവകലാശാല രജിസ്ട്രാർ പദവി തർക്കത്തിൽ രജിസ്ട്രാർ KS അനിൽകുമാറിന് തിരിച്ചടിയാകുന്ന വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. സസ്പെൻഷൻ നടപടി നിലനിൽക്കും എന്നുള്ളതാണ്. മാത്രമല്ല വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണം, സിൻഡിക്കേറ്റിന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാം. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സിൻഡിക്കേറ്റിന് അന്തിമ തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ പങ്കെടുത്ത ചടങ്ങിലെ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ KS അനിൽകുമാറിന് സസ്പെൻഷൻ നൽകുന്ന നടപടിയിലേക്ക് VC കടന്നത്. തനിക്ക് സസ്പെൻഷൻ നൽകേണ്ടെന്ന ഉത്തരവാദിത്തം VC-യുടെ ചുമതലയിലില്ല, അല്ലെങ്കിൽ അതിനുള്ള പരിരക്ഷ VC-ക്കില്ല എന്ന് തന്നെയാണ് കോടതിയെ രജിസ്ട്രാർ അറിയിച്ചിരിക്കുന്നത്. തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റാണ്, അതുകൊണ്ട് തന്റെ സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് പിൻവലിച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ ഡോക്ടർ KS അനിൽകുമാർ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ ഇപ്പോൾ കോടതി അന്തിമമായി തീരുമാനം അറിയിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സസ്പെൻഷൻ നടപടി നിലനിൽക്കും, അത് വീണ്ടും VC സിൻഡിക്കേറ്റുമായി സംസാരിച്ച ശേഷം അതിൽ അന്തിമ തീരുമാനമുണ്ടാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്.
കത്തിടപാടുകളിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് വിശേഷിപ്പിക്കണമെന്ന് വിചിത്ര നിർദ്ദേശവുമായി ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ്. നിവേദകർക്കും അപേക്ഷകർക്കുമുള്ള മറുപടിയിലും ബഹുമാനപ്പെട്ട എന്ന് ചേർക്കണം. സെക്രട്ടേറിയറ്റിലെ വകുപ്പുകൾക്കാണ് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ നിർദ്ദേശം. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പൊതുജനങ്ങൾ നൽകുന്ന നിവേദനങ്ങൾ, അപേക്ഷകൾ ഇതിന് മറുപടി നൽകുമ്പോൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരെ അഭിസംബോധന ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ബഹു എന്ന് ചേർക്കണമെന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ വിചിത്രമായ ഉത്തരവ്. പൊതുജനങ്ങളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർ എന്നിവർക്ക് നൽകുന്ന നിവേദനങ്ങൾ, പരാതികൾ എന്നിവ പരിശോധനാ വിധേയമാക്കിയ ശേഷം ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് നടപടികൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി നിവേദകർക്കും അപേക്ഷകർക്കും നൽകുന്ന മറുപടി സംബന്ധമായ കത്തിടപാടുകളിൽ ബഹുമാന സൂചകമായി മുഖ്യമന്ത്രി മന്ത്രി എന്ന് രേഖപ്പെടുത്തണമെന്നാണ് ഈ ഉത്തരവിൽ ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇത് എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്, സെക്രട്ടേറിയറ്റിലെ എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ നിവേദനങ്ങൾക്കും അതുപോലെ തന്നെ പരാതികൾക്കും ഒക്കെ മറുപടി പറയുമ്പോൾ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയൊക്കെ വിശേഷിപ്പിക്കുന്നതിന് മുമ്പ് എന്ന് ചേർത്ത് തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. അതിനും അപ്പുറത്തേക്ക് എന്ത് ബഹുമാനമാണ് ഇനിയും ഉദ്യോഗസ്ഥർ നൽകേണ്ടെന്ന ചോദ്യമാണ് പൊതുവിൽ വിമർശന രൂപത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ബഹുമാന സൂചകമായി തന്നെയാണ് എല്ലാ ഇടപാടുകളിലും, ഉത്തരവുകളായാലും അല്ലെങ്കിൽ കത്തിടപാടുകളായാലും ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. അതിൽ ഇനിയും എന്ത് ബഹുമാനം എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയരുന്നത്. മാത്രമല്ല, ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ഉദ്യോഗസ്ഥർ ആരോ ചെയ്ത പണിയാണ് എന്ന വിലയിരുത്തലുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിവരം നേരത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ സർക്കാർ സംബന്ധിച്ച കാര്യങ്ങളിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണത് ഇത്തരമൊരു തീരുമാനം വന്നെന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ വിമർശന വിധേയമായി മാറുകയാണ് ഈ ഒരു ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഈ ഉത്തരവ്. പ്രതിപക്ഷവും അടക്കം ഇതിൽ നിലപാട് വൈകാതെ പ്രഖ്യാപിച്ചേക്കും. ഏതായാലും നേരത്തെ തന്നെ ഉള്ള ഒരു കാര്യം, അതെന്തിനാണ് ഇത്തരത്തിൽ വീണ്ടും ബഹു ചേർക്കണമെന്നൊരു വിചിത്ര നിർദ്ദേശം നൽകിയെന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. CPI സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. സർക്കാർ സപ്ലൈകോയെ കടക്കണിയിലാക്കിയെന്ന് രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു. വിദേശ മദ്യത്തിനോട് ഉള്ള താല്പര്യം കള്ളുചെത്തു മേഖലയോട് ഇല്ല. വീടിനകത്തും പുറത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു. റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 പുറത്തുവിടുന്നു. ശരണ്യ ശേഖരനോട്. ശരണ്യ, വലിയ വിമർശനമാണ്. സർക്കാരിന്റെ ഭരണപരമായ നിരവധി പരാജയങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഈ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലാണ് രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ്. അതിൽ വിവിധ ബോർഡുകളുടെ പ്രവർത്തനം സ്തംഭിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു, അവർ വീടിനകത്ത് സുരക്ഷിതരല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഏറ്റവും വലിയ വിമർശനം കഴിഞ്ഞ കാലയളവിൽ നേരിട്ടത്, പ്രത്യേകിച്ച് CPI ഭരിക്കുന്ന മന്ത്രിമാർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായിരുന്നു കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും ഒപ്പം തന്നെ സപ്ലൈകോയുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങളും അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ഉള്ളത് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സർക്കാർ സപ്ലൈകോയെ കടക്കണിയിലാക്കി എന്ന് വ്യക്തമായി ആ രാഷ്ട്രീയ റിപ്പോർട്ടിൽ പറയുന്നു. ഒപ്പം തന്നെ അവശ്യ വസ്തുക്കൾ വിലവർദ്ധനവ് ഇല്ലാതെ നൽകേണ്ടി വന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സപ്ലൈകോയെ നയിച്ചു. എന്നാൽ ആ ഒരു പ്രതിസന്ധി ഘട്ടം നേരിട്ട ഘട്ടത്തിൽ സപ്ലൈകോ സർക്കാർ നൽകാനുള്ള തുക പോലും സപ്ലൈകോയ്ക്ക് നൽകാനായി തയ്യാറായില്ല. LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രകാരമാണ് വില വർദ്ധിപ്പിച്ചുകൊണ്ട് 2024 ഫെബ്രുവരി മാസം വരെ അത്തരത്തിൽ അവശ്യ വസ്തുക്കൾ നൽകുന്നതിനായി സപ്ലൈകോ ശ്രമിച്ചു. എന്നാൽ അതിനുശേഷം അത് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് വന്നു. വലിയ ഭീമമായ തുക തന്നെയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 1767 കോടി രൂപ സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുണ്ട് എന്നും രാഷ്ട്രീയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഈ ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക്, വലിയ കടക്കണിയിലേക്ക് നയിച്ചത് സർക്കാർ പണം നൽകാത്തത് അടക്കമുള്ള സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, വിവിധ ബോർഡുകളുടെ പ്രവർത്തനം നിലച്ചു എന്നുള്ളതാണ്. കടാശ്വാസ കമ്മീഷൻ പണലഭ്യത മൂലം അതിന്റെ പ്രവർത്തനം സ്തംഭനത്തിലായി എന്നുള്ളത് വ്യക്തമാക്കുന്നു. ക്ഷേമ പദ്ധതികൾ, സർക്കാർ പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാനായി കഴിഞ്ഞില്ല എന്നുള്ള വലിയ വിമർശനം ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുണ്ട്. കർഷകർക്കായുള്ള ക്ഷേമ പദ്ധതി നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ
തെരഞ്ഞെടുപ്പിൽ കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നുപോലും പാലിക്കാനായി ഈ ഇടത് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ വിമർശനം വരുന്നു. ശക്തമായ വിമർശനമാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുടങ്ങിയത് കർഷകരിൽ നിന്ന് വലിയ വിമർശനമാണ് സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് CPI ഭരിക്കുന്ന അതാണ് ശരണ്യ പ്രധാനം. കാരണം CPI ഭരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് കൃഷി വകുപ്പ്, മറ്റൊന്ന് ഈ സിവിൽ സപ്ലൈസ് വകുപ്പ്. ഈ വകുപ്പുകളുള്ള ചിറ്റമ്മ നയം അത് ചൂണ്ടിക്കാട്ടുന്നത് ഈ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPI തന്നെയാണ്. സപ്ലൈകോ അടക്കമുള്ളത് എത്രത്തോളം ആ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി എന്നുള്ള കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ CPM-ന് അവഗണിക്കാനാവില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയുന്നത്. കാരണം പണം നൽകുന്നയിടത്തും എല്ലാം തന്നെ പണലഭ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ വകുപ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കത്തക്ക രീതിയിൽ പണം നൽകാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. പണലഭ്യത ഇല്ലാത്തതാണ് ഈ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഈ വകുപ്പുകളെ തന്നെ തകർത്ത് കളയുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. സപ്ലൈകോ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകരിൽ നിന്ന് വലിയ വിമർശനമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വലിയ കടക്കണിയിലേക്ക് 1767 കോടി രൂപ നൽകാനുള്ള രീതിയിൽ വലിയ കടക്കണിയിലേക്ക് സപ്ലൈകോയെ തള്ളിവിട്ടത് സർക്കാരാണ്. എന്നാൽ ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മാത്രമല്ല കർഷകർക്ക് വേണ്ടി പറഞ്ഞ, അതായത് പ്രകടന പത്രികയിൽ കർഷകർക്ക് നൽകാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കാൻ, ഒന്നും തന്നെ എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ റിപ്പോർട്ടിൽ പോകുന്നത്. ഒന്നും തന്നെ പാലിക്കാനായി സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അവിടെയും സാമ്പത്തിക പ്രതിസന്ധി വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അതിക്രമങ്ങൾ വർദ്ധിച്ചു. വീടിനകത്തും പുറത്തും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേരിട്ടത് വലിയ തിരിച്ചടിയാണ് എന്നുള്ളതും ഈ രാഷ്ട്രീയ റിപ്പോർട്ട് മുതൽ വ്യക്തമാക്കുന്നുണ്ട്. തൃശൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് ഗണ്യമായ വോട്ട് വർധനവുണ്ടായി. ഇത് ഗൌരവത്തോടുകൂടി കാണണമെന്നും രാഷ്ട്രീയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിൽ വലിയ ജാഗ്രത വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതുമാണ്. ഇത്തരത്തിൽ രൂക്ഷ വിമർശനങ്ങൾ അടങ്ങിയ പ്രവർത്തന റിപ്പോർട്ടിന്റെ ഭാഗങ്ങളാണ് ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദേശ മദ്യത്തോടുള്ള താല്പര്യം കള്ളുചെത്ത് തൊഴിലാളികളോട് ഇല്ല എന്നുള്ളതാണ്. അതായത് പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള വിമർശനമാണ് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ ഉള്ളത്. ഈ പരമ്പരാഗത വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാധാന്യമോ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളോ നൽകുന്നതിൽ ഈ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് പ്രധാനമായും കള്ളുചെത്ത് മേഖല, കാർഷിക മേഖല, ഒപ്പം തന്നെ കയർ തൊഴിലാളികൾ അടക്കമുള്ള വിവിധ പരമ്പരാഗത കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള വിവിധ പരമ്പരാഗത തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ LDF-ന്റെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചെങ്കിലും അത് നടപ്പിലാക്കാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വ്യക്തമായ വിമർശനമാണ് ഉള്ളത്. മാത്രമല്ല ചെത്തു തൊഴിലാളികൾ കേരളത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയും മാറ്റത്തിന് വേണ്ടിയും വലിയ പോരാട്ടം നടത്തിയവരാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ പറയുന്നത് പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്കായി രൂപീകരിച്ച ബോർഡുകളൊന്നും തന്നെ, പ്രത്യേകിച്ച് ക്ഷേമനിധി ബോർഡുകളൊന്നും തന്നെ ഇപ്പോൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. പണമില്ലാത്തത് ക്ഷേമ പദ്ധതികൾക്ക് ആകെ തടസ്സമാകുന്നു എന്നുള്ളതാണ്. ഒപ്പം ഈ വിദേശ മദ്യത്തോട്, അതായത് നമുക്കറിയാം വിദേശ മദ്യത്തെ സംബന്ധിച്ചുള്ള വിദേശ മദ്യത്തോട് കാണിക്കുന്ന ആ താല്പര്യം ഈ കള്ളുചെത്ത് വ്യവസായങ്ങൾ പോലെയുള്ള സാധാരണ വിഭാഗങ്ങളോട് കാണിക്കുന്നില്ല എന്നടക്കമുള്ള വിമർശനം ഉയർന്നു. ഒപ്പം തന്നെ വിവിധ ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ, ക്ഷേമനിധി ബോർഡുകളിലെ എല്ലാ ക്ഷേമനിധി ബോർഡുകളുടെയും പ്രവർത്തനങ്ങൾ സ്തംഭനത്തിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ മുന്നണിയിലെ രണ്ടാമത്തെ പ്രമുഖ കക്ഷിയായ CPI ഉന്നയിക്കുന്നു എന്നത് ചില്ലറ കാര്യമല്ല. അത് ആ തരത്തിൽ തന്നെ സർക്കാരിന് അവഗണിക്കാനുമാവില്ല. MLA സ്ഥാനത്ത് 2 തവണ പൂർത്തിയാക്കിയവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ടതിൽ എന്ന നിലപാടിൽ CPI സംസ്ഥാന സമ്മേളനത്തിൽ മുന്നോടിയായി ചേർന്ന എക്സിക്യൂട്ടീവിലാണ് ധാരണയായത്. ഇതോടെ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കുറി സീറ്റ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ പ്രായപരിധി മാനദണ്ഡം എടുത്തു കളയണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം. കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയ 75 വയസ്സെന്ന മാനദണ്ഡം ഒഴിവാക്കാനാണ് ധാരണ. BJPയുടെ വളർച്ച കണക്കുകൂട്ടലിന് അപ്പുറമെന്ന് CPI. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും BJP കടന്നുകയറിയതായും സംസ്ഥാന സമ്മേളനത്തിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴ കളർകോട് തുടക്കമായി.
ഭാവി ഇന്ത്യക്ക് കമ്മ്യൂണിസ്റ്റ് ഐക്യം അനിവാര്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ CPI ജനറൽ സെക്രട്ടറി D. രാജ ആവർത്തിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയം ആവർത്തിക്കുമെന്നും രാജ പറഞ്ഞു. G. സുധാകരനെ മാറ്റി നിർത്താൻ പാർട്ടിക്ക് കഴിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. സുധാകരൻ പാർട്ടി ഓഫീസിൽ വരികയും പാർട്ടി ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുകയും പാർട്ടിയുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്താൽ തീരുന്ന വിഷയമേ ഉള്ളൂവെന്നും സജി ചെറിയാൻ Q18 പറഞ്ഞു. തന്നെ ഒഴിവാക്കുകയാണെന്ന് അദ്ദേഹത്തിന് സംശയമാണെന്നും അത് സംസാരിച്ച് പരിഹരിക്കാൻ എല്ലാ നേതാക്കളും ശ്രമിക്കുകയാണെന്നും സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴയിൽ നേതാക്കന്മാരുടെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, പറയാനുള്ളതൊക്കെ തുറന്നു പറയുന്ന കൂട്ടത്തിലാണ്. അതിപ്പോൾ മന്ത്രി സജി ചെറിയാനാണെങ്കിലും മുൻ മന്ത്രി G. സുധാകരനാണെങ്കിലും ഒക്കെ. പക്ഷേ അദ്ദേഹം ഈ തുറന്നു പറയുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ അങ്ങനെ ചർച്ചയാവുകയും ചെയ്യുന്നു. കൃഷ്ണപിള്ള ഓർമ്മദിനത്തിന് ക്ഷണിച്ചില്ല അദ്ദേഹത്തെ, അങ്ങനെ ചില വിവാദങ്ങളൊക്കെ. സുധാകരൻ സാവ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആളാണ്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തിൻ്റെ പ്രശ്നം പാർട്ടി വന്നു. അദ്ദേഹത്തിന് 75 വയസ്സായപ്പോൾ ഒഴിയേണ്ടി വന്നു. അപ്പോൾ ഒഴിയേണ്ടി വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ധാരണ പാർട്ടി അദ്ദേഹത്തെ സഹകരിപ്പിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കുന്നത്. അപ്പം ജില്ലാ പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കേഡർ എന്ന നിലയിൽ പ്രായത്തിൻ്റെ ഭാഗമായി ഘടകങ്ങളിൽ ഒഴിയേണ്ടി വന്നത് എല്ലാവർക്കും ബാധകമായതുകൊണ്ട് അദ്ദേഹത്തിന് ബാധകമായി എന്നുള്ളതല്ലാതെ അദ്ദേഹം DCRPC വരികയും DCRPCയിൽ ഏൽപ്പിക്കുന്ന ജോലികൾ ചെയ്യുകയും അദ്ദേഹം പാർട്ടിയുമായി അങ്ങ് ഇഴുകിച്ചേർന്ന് അങ്ങ് പ്രവർത്തിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ ഞാൻ കഴിയുമോ? പിന്നെ മാറ്റി നിർത്താൻ ആരും ആലോചിക്കുമോ? അങ്ങനെ ആരും മാറ്റി നിർത്താൻ ആഗ്രഹിച്ചിട്ടുമില്ല, ആലോചിക്കത്തുമില്ല. ഒരു അക്ഷരം ഞങ്ങളാരും അദ്ദേഹത്തെ പറ്റി പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പം ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ചെറിയ സംശയങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ ഉണ്ടാകാം. അപ്പോൾ അത് നേരിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കുകയും ചെയ്യും. ഹേമ കമ്മിറ്റി സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാൻ News 18നോട് നടത്തിയ പ്രതികരണം ഏറ്റെടുത്ത് സിനിമാ മേഖല. ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച പരാതികളിൽ പലതും ഊഹവും നിഗമനവും മാത്രമെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ തനിക്കെതിരായ ആക്ഷേപങ്ങൾ തള്ളി സജി ചെറിയാൻ രംഗത്തെത്തി. താൻ പറഞ്ഞത് പൂർണ്ണമായും കേൾക്കാതെയാണ് സാന്ദ്രയുടെ പ്രതികരണമെന്നായിരുന്നു മന്ത്രിയുടെ നിലപാട്. ഞാൻ പറഞ്ഞത് മൊത്തം കേട്ട് കാണത്തില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വനിതകൾ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവർ നൽകിയ നിർദ്ദേശങ്ങളും നിഗമനങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചു. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ഒരു കോൺക്ലേവ് നടത്തി കഴിഞ്ഞു. കേരളത്തിലെ വനിതകൾ മുന്നോട്ട് വെച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആ കൂട്ടത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം News 18 നൽകിയ അഭിമുഖത്തിലാണ് ഹേമ കമ്മിറ്റി സംബന്ധിച്ച പ്രതികരണം മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക്. മിനിസ്റ്റർ, പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് SIT അന്വേഷണം പല കേസുകളിലും അവസാനിപ്പിച്ചു. പരാതിക്കാരികൾ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ ഈ പ്രതിഷേധവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വന്ന സിനിമാ മേഖലയിലുള്ള അവർ തന്നെ വകുപ്പിനെയും സർക്കാരിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. എന്തായിരുന്നു സംഭവിച്ചത്? പിന്നെ പരാതി കൊടുക്കുന്നവർക്ക് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഗവൺമെൻറ് പറഞ്ഞു. ആ പരാതി കൊടുത്ത ആളുകൾക്ക് അവരുടെ പരാതിക്കകത്ത് എന്തെങ്കിലും തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്മേൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. പല കേസുകളിൽ FIR ഇട്ടു. പരാതി കൊടുത്തവരുടെ മുമ്പിൽ എവിഡൻസ് ഇല്ലെങ്കിൽ പിന്നെ അവർ പിന്മാറും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. പരാതി കൊടുക്കാൻ തയ്യാറുള്ളവർ പരാതി കൊടുക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവർക്ക് പൂർണ്ണ സംരക്ഷണം ഗവൺമെൻറ് കൊടുക്കും. ചില പരാതികൾ ജെന്യൂൻ അല്ലാതെ വന്നു, അങ്ങനെ ഈ അന്വേഷണങ്ങൾ മുന്നോട്ട് പോയില്ല, അങ്ങനെ കരുതുന്നുണ്ടോ മിനിസ്റ്റർ? പരാതി കൊടുത്തതിനകത്ത് ഏതെല്ലാം സ്വാധീനങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകളെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത്, ബാലേന്ദ്ര മേനോനെ പറ്റി പറഞ്ഞ പരാതിക്കകത്ത് ഒരടിസ്ഥാനമില്ലെന്ന് ഇപ്പോൾ പറയുന്നില്ലേ. ബാലേന്ദ്രൻ്റെ മേനോനെ പറ്റി പോലുള്ള ഒരു വലിയ കലാകാരനെ പറ്റി, ഒരു പേരുദോഷം കേൾക്കാത്ത ആളിനെ പറ്റി ഇങ്ങനെ ആശയം വരുമ്പോൾ കേരളീയ സമൂഹം പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷെ പിന്നീട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നത് പുറത്തു വരുമ്പോൾ നമുക്ക് സങ്കടമല്ലേ തോന്നുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിനും ആരെപ്പറ്റിയും പറയുന്ന ഒരു കാലത്ത് ചിലപ്പോൾ അത്തരം സംഭവം ഉണ്ടാകാം. അതുകൊണ്ട് പരാതി ഉന്നയിച്ചതെല്ലാം ബോധപൂർവ്വമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. പരാതി ഉന്നയിച്ചാൽ നല്ലൊരു ശതമാനം പരാതി ചിലപ്പോൾ ജെനുവിനുമായിരിക്കാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നീണ്ടുപോകുക, ആ സമയത്ത് അതിനുശേഷം ഇപ്പോൾ നടപടികൾ ഒരു കുറേയൊക്കെ അവസാനിപ്പിച്ചു എന്നുള്ള വിഷയങ്ങൾ വരിക, വകുപ്പും മന്ത്രിയും ഈ പറഞ്ഞ പോലെ എന്തോ പൊള്ളുന്നത് പിടിച്ചു എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉണ്ടായി. ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇത് പൂഴ്ത്തിവെച്ചോ, സർക്കാർ പ്രതിസന്ധിയിലായോ, ഇങ്ങനെയൊക്കെ ഉണ്ടായി.
അങ്ങനെ ഒരു പിന്മാറ്റം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ സമയത്തുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം ശ്രദ്ധിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്ന സമയം മുതൽ ഒരു പിന്മാറ്റവും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പോൾ സ്ത്രീ സുരക്ഷിതത്വം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അവർ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് അവർ എഴുതിയേക്കുന്നത് പലരുടെയും അഭിപ്രായപ്പെടലുകളുടെ ഭാഗമായിട്ട്. അതിന് അവരുടെ തെളിവുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില പേരുകളൊക്കെ ഉണ്ടായിരുന്നു. ആ പേരുകൾ പുറത്തു പോയാൽ അത് സർക്കാരിന് പോലും താങ്ങാത്ത വലിയ വിവാദത്തിലേക്ക് കിടക്കും. അതുകൊണ്ട് പേര് പുറത്തു വിട്ടില്ല ഇടത് സർക്കാർ എന്നുള്ള വിമർശനം ഉണ്ടായില്ലേ? അതിനുള്ള മറുപടി. ഇതിനകത്ത് ഒരാളിനെയും രക്ഷപ്പെടുത്തേണ്ട യാതൊരു കാര്യം ഞങ്ങൾക്കില്ല. കാരണം ഇത് പൂർണ്ണമായി കോടതിയുടെ നിരീക്ഷണത്തിൽ കോടതി വായിച്ച് കോടതിയുടെ മുമ്പാകെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ വന്നിട്ടുണ്ട്. സ്വയമേ കോടതിക്ക് ഇന്ന ആളിനെ പറ്റി പറയാം, കേസെടുക്കാം. അങ്ങനെ കോടതി പറഞ്ഞാൽ കേസെടുക്കാൻ ഞങ്ങളെതിരല്ല. ഞാൻ മനസ്സിലാക്കിയത് ഈ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ല എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം, ആരെ വേണമെങ്കിലും ഊഹിച്ചെടുക്കാം. പേരൊന്നുമില്ല, ഇതിനകത്തൊന്നും ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. കുറേ തിരക്കഥകൾ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആരെ വേണ്ട ഊഹിച്ചു പറയാം. പക്ഷെ നമുക്കങ്ങനെ ആരുടെ ഊഹിച്ച് ഒരാളിനെ ജീവിതം തുടങ്ങാൻ പറ്റും. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8:30 കാണാം. മന്ത്രിമാരും MP-മാരും MLA-മാരും അടക്കമുള്ള ജനപ്രതിനിധികൾക്ക് വൈഫ് ഇൻ ചാർജുമാരുണ്ടെന്ന സമസ്ത നേതാവ് ബഹാവുദ്ദീൻ നദ്വിയുടെ പരാമർശത്തിന് സമസ്ത മുഷാവറയിൽ വിമർശനം. നദ്വിക്കെതിരെ പരസ്യ വിമർശനവുമായി ഉമർ ഫൈസി മുക്കം രംഗത്തെത്തി. എന്നാൽ വിമർശനങ്ങളോട് നദ്വി പ്രതികരിച്ചില്ല. നമ്മുടെ നാട്ടിൽ കുറേ മാന്യന്മാരുണ്ട്, അവർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ MP-മാരുണ്ട്, MLA-മാരുണ്ട്, മന്ത്രിമാരുണ്ട്, കേന്ദ്രമന്ത്രി, അവർക്കൊക്കെ ഒരു ഭാര്യ ഉണ്ടാവും. പിന്നെ ഇൻചാർജ് ഭാര്യമാർ വേറെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസം മടവൂരിൽ നടത്തിയ പ്രസംഗത്തിലായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ വിവാദ പരാമർശം. സമസ്ത മുഷാവറ യോഗത്തിനെത്തിയ നദ്വിയോട് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും മൗനമായിരുന്നു മറുപടി. നദ്വിക്കെതിരെ മറ്റൊരു മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കം രംഗത്തെത്തി. സമസ്ത മുഷാവറ അംഗം എന്നത് ഉത്തരവാദിത്തപ്പെട്ട പദവിയാണ്. മറ്റുള്ളവരെ കുറിച്ചുള്ള ആരോപണം വസ്തുതാപരമാവണം. നദ്വിയുടെ പ്രസ്താവന ലീഗിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ആളുകളെ സംശയത്തിലാക്കുകയാണെന്നും ഉമർ ഫൈസി പറഞ്ഞു. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. നമ്മൾ മറ്റൊരാളെ പറ്റി പറയുന്ന ആരോപണങ്ങൾക്ക് വസ്തുത സത്യസന്ധമായിരിക്കണ്ടേ? പ്രത്യേകിച്ച് സമസ്ത മുഷാവറ അങ്ങെന്നൊക്കെ പറയുന്നതിൽ കുറേ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണ്ടവരാണ്. സമസ്ത 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട മുഷാവറ യോഗത്തിലും വിഷയം ചർച്ചയായി. അംഗങ്ങളിൽ ഏറിയ പങ്കും നദ്വിയുടെ പ്രസ്താവന അനുചിതവും അനവസരത്തിലുള്ളതും ആണെന്ന് കുറ്റപ്പെടുത്തി. സമസ്തയ്ക്കുള്ളിലെ ഭിന്നത പരിഹരിക്കുന്നതിനുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിക്കും രാമനാട്ടുകര സ്വദേശിയായ 30 വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ റാപ്പർ വേടനെ ജാമ്യത്തിൽ വിട്ടയച്ചു. രണ്ടാമത്തെ കേസിൽ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് വേടൻ പറഞ്ഞു. ഗൂഢാലോചന ഉണ്ടോ എന്ന ചോദ്യത്തിന് പിന്നീട് എല്ലാം പറയാം എന്നായിരുന്നു മറുപടി. തൃക്കാക്കര പോലീസാണ് ചോദ്യം ചെയ്യലിന് ശേഷം വേടനെ അറസ്റ്റ് ചെയ്തത്. ഞാൻ എല്ലാം പറയും, എനിക്കൊരു സമയം കിട്ടട്ടെ, ഞാനൊന്ന് ഫ്രീ ആവട്ടെ. ഏഷ്യ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ മത്സരം. രാത്രി 8 മണിക്ക് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ UAE ആണ് എതിരാളികൾ. സഞ്ജു സാംസൺ അവസരം കിട്ടാനിടയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ശുഭ്മാൻ ഗില്ലിനൊപ്പം അഭിഷേക് ശർമ്മ ഓപ്പണറാവാനാണ് സാധ്യത. ചാമ്പ്യൻസ് ട്രോഫി ദുബായിൽ നടന്നപ്പോൾ 4 സ്പിന്നർമാരുമായി ഇറങ്ങിയ ഇന്ത്യ ഇന്ന് ബുംറയ്ക്കൊപ്പം മറ്റൊരു പേസറെ കൂടി പരീക്ഷിച്ചേക്കും. 2016 ഏഷ്യ കപ്പിൽ മാത്രമാണ് ഇന്ത്യ UAE-യുമായി T20 മത്സരം കളിച്ചിട്ടുള്ളത്. അന്ന് 9 വിക്കറ്റിനാണ് ധോണി നയിച്ച ടീം ജയിച്ചത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം ഗ്രാമിന് 10,130, പവന് 81,040. 18 ക്യാരറ്റ് ഗ്രാമിന് 8,390, പവന് 67,120. വെള്ളി ഗ്രാമിന് 137, കിലോയ്ക്ക് 1,37,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പ്രൈം ഡിബേറ്റുമായി അപർണ.